കേരളത്തിൽ സ്ഫോടന പരമ്പരയും ചാവേർ ആക്രമണവും ആസൂത്രണം ചെയ്ത കേസിൽ പ്രതി റിയാസ് അബൂബക്കറിന് 10 വർഷം കഠിന തടവ്. എറണാകുളം NIA കോടതിയാണ് ശിക്ഷ വിധിച്ചത്. വിവിധ വകുപ്പുകളിലായി 25 വർഷം കഠിന തടവും 1,25,000 രൂപ പിഴയും കോടതി വിധിച്ചു. അതേസമയം തടവു ശിക്ഷകളെല്ലാം ഒരുമിച്ച് 10 വർഷം അനുഭവിച്ചാൽ മതിയാകും. കേരളത്തിൽ IS മാതൃകയിൽ ചാവേർ ആക്രമണം നടത്താൻ ഗൂഢാലോചന നടത്തിയ കേസിലാണ് മുഖ്യപ്രതി റിയാസ് അബൂബക്കറിനെ എറണാകുളം NIA കോടതി ശിക്ഷിച്ചത്. പ്രതിക്കെതിരെ UAPA സെക്ഷൻ 38, 39, IPC സെക്ഷൻ 120B വകുപ്പുകൾ പ്രകാരം നിരോധിത സംഘടനയിൽ അംഗത്വമെടുക്കുക, അവയുടെ ആശയം പ്രചരിപ്പിക്കുക, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരുന്നത്. ഇവ കോടതിയിൽ സംശയാതീതമായി തെളിയിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ശിക്ഷാവിധി പുറപ്പെടുവിപ്പിച്ചത്. 3 വകുപ്പുകളിലായി ആകെ പിഴയായി 1,25,000 രൂപ പിഴയുമാണ് കോടതി വിധിച്ചത്. 2018 മെയ് 15-നാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ റിയാസ് അബൂബക്കറിനെ NIA അറസ്റ്റ് ചെയ്യുന്നത്. ശ്രീലങ്കൻ സ്ഫോടന പരമ്പരയ്ക്ക് നേതൃത്വം നൽകിയ സഹറാൻ ഹാഷ്മിയുമായി ചേർന്ന് കേരളത്തിലും ചാവേർ ആക്രമണവും സ്ഫോടനവും നടത്താൻ റിയാസ് ഗൂഢാലോചന നടത്തിയിരുന്നു. പ്രതിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളും വീട്ടിൽ നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ളവ തെളിവായി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. സോഷ്യൽ മീഡിയ വഴി സഹറാനുമായി റിയാസ് ആശയവിനിമയം നടത്തിയിരുന്നുവെന്ന് NIA കണ്ടെത്തിയിരുന്നു. 2016-ൽ കാസർഗോഡ് നിന്ന് IS-ൽ ചേരാൻ പോയവരെക്കുറിച്ചുള്ള അന്വേഷണത്തിനിടയിലാണ് 34-കാരനായ റിയാസ് അബൂബക്കർ പിടിയിലാകുന്നത്. അഫ്ഗാനിസ്ഥാനിലെത്തിയവരുമായി റിയാസ് ബന്ധം പുലർത്തുകയും IS-ൽ ചേർന്ന മലയാളി അബ്ദുൾ റാഷിദ് അബ്ദുള്ളയുടെ നിർദ്ദേശപ്രകാരം റിയാസ് കേരളത്തിൽ ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നു എന്ന് NIA അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതിൻ്റെ ഭാഗമായി സ്ഫോടന വസ്തുക്കൾ ശേഖരിക്കുന്നതിനിടയിലാണ് റിയാസ് പിടിയിലാവുന്നത്. ഇയാൾക്കൊപ്പം പിടിയിലായ കൊല്ലം സ്വദേശി മുഹമ്മദ് ഫൈസൽ, കാസർഗോഡ് സ്വദേശി അബൂബക്കർ സിദ്ദിഖ് എന്നിവരെ കോടതി മാപ്പുസാക്ഷികളാക്കിയിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.